വിജയ. യെസ് മിസ്റ്റർ ദാസൻ. നീ എന്തെടുക്കുക? വീഡിയോ എഡിറ്റ് ചെയ്യാണ്. നിനക്ക് ഈ കണ്ടന്റ് ഉണ്ടാക്കിയ പോരെ? ഇതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണ അതെന്റെ പണിയല്ലേ? എന്ത് പറ്റി? ഇന്നൊരു ഉഷാറില്ലല്ലോ. എടാ ഈ ജീവിതം തന്നെ മടുത്തുടാ. എന്താ ഇപ്പം അങ്ങനെ ഒരു ടോക്ക്? അതല്ല, എന്തെങ്കിലുമൊക്കെ ആവാനായിട്ട് എന്തെങ്കിലും കുറെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും എവിടെ എത്തും. അതാണോ? ഇതല്ല, ഇതിനൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഇവിടെ ഒന്നും ആവാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടല്ലേ നമ്മളൊക്കെ ഒരേ സ്ഥലത്തെത്തണേ. ഇതൊക്കെ ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടില്ല. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ എൻ്റെ കഷ്ടപ്പാടല്ലല്ലോ എൻ്റേത്. നീ അങ്ങനെ പറയരുത്, എനിക്കത് തോന്നണില്ല ചേട്ടാ. അല്ലടാ, അതൊക്കെ നിന്റെ തോന്നല. എല്ലാവരും വ്യത്യസ്തരാ. ഓരോരുത്തർക്ക് അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്, അവരവരുടെ ജീവിത സാഹചര്യങ്ങളുണ്ട്. എല്ലാം വ്യത്യസ്തമാണ്. എന്താ നിനക്കൊരു സംശയം പോലെ? എന്നാ ശരി. ഒരു സ്ഥലത്ത് ഒരു ആട്ടിടയം ഉണ്ടായിരുന്നു. ആള് ചെമ്മരിയാടുകളെ ആയിരുന്നു മേയിച്ചിരുന്നത്. അങ്ങനെ മേയ്ക്കുന്നതിനിടയ്ക്ക് അവരുടെ ചെമ്മരിയാടും കൂട്ടത്തിലേക്ക് ഒരു പന്നി കയറി കൂടി. പന്നിയെ അയാള് ബലം പ്രയോഗിച്ച് കെട്ടിപ്പൊട്ടി ആള് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങി. പന്നിയാണെങ്കിലോ കരച്ചിലോട് കരച്ചു. അപ്പൊ ഈ ആടുകള് ആ പന്നിയെ നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഞങ്ങളെയും ഇയാള് ഇതുപോലെ കാലൊക്കെ കെട്ടി കൊണ്ടുപോകാറുള്ളതാണ്. ഞങ്ങൾ കരയാറൊന്നുമില്ല, ഞങ്ങൾക്ക് അതൊക്കെ ശീലായതാണ്. അപ്പൊ പന്നി അവരെ നോക്കിക്കൊണ്ട് വളരെ നിസ്സഹായതയോടെ പറഞ്ഞു, നിങ്ങളെ ഇയാൾ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ രോമം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ എന്നെ ഇയാൾ കൊണ്ടുപോകുന്നത് കൊന്ന് കറി വെക്കാനാണ്. എല്ലാവരുടെയും പ്രശ്നങ്ങളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. എൻ്റെ പ്രശ്നങ്ങളെയും നിന്റെ പ്രശ്നങ്ങളെയും നീ കമ്പയർ ചെയ്യുമ്പോൾ നിന്റെ പരിമിതമായ അനുഭവങ്ങളിൽ നിന്നായിരിക്കും നീ അതിന് വ്യാഖ്യാനിക്കുന്നത്, ശരിയല്ലേ? നിന്റെ ജീവിത സാഹചര്യങ്ങളായിരിക്കില്ല മറ്റൊരാളുടെ. നീ നേടിയെടുത്തൊരു കാര്യം മറ്റൊരാൾ നേടിയെടുക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് കാണുമ്പോൾ ഇതൊക്കെ ഞാൻ പണ്ട് വളരെ ഈസി ആയിട്ട് നേടിയ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് അയാളെ പുച്ഛിക്കരുത്. കാരണം എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്, അവർ അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതും വ്യത്യസ്തമാണ്. നിർത്ത്. ആട്ടെ, എന്താ നിന്റെ ശരിക്കും പ്രശ്നം? എൻ്റെ പ്രശ്നം എന്താണെന്നത് ഞാൻ അവനോട് പറഞ്ഞോളാം. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കഥകളിലൂടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഞാൻ ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് ഈ കഥ അയച്ചു കൊടുക്കുക. ഒത്തിരി നന്ദി. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, സീ യു, ബൈ.